എല്ലാവരും പറയും ആയുധം കൊണ്ട് കുത്തിയാൽ കാൽമടക്കി അടിച്ചുകൊണ്ട് പുറത്തെറിയാം, ആയുധം പിടിച്ച് വാങ്ങിക്കണം. ഇതൊന്നും നടക്കില്ല. ഇത് ഒരു വിനോദമാണ്. ആരെയും കൊല്ലാൻ ഇതെല്ലാം ഒരു വിദ്യയല്ല. ഇത് ചെയ്താൽ കൊള്ളും. ഒരു എതിരാളി വന്നു കഴിഞ്ഞാൽ എതിരാളിയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുന്ന മാർഗമാണ് ഇത്. ഈ വിദ്യയ്ക്കുമുള്ള പേര് പാത അടിയെന്നും പറയും, പാതയടിയെന്നും പറയും, നടചാരിയെന്നും പറയും. നടചാരി, നടപ്പാത. ഇതിങ്ങനെ എത്ര വിശാലമായ ഒരു വഴി അല്ലെ വരമ്പത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു എതിരാളി വരുന്നത്. ആ എതിരാളിക്കൊന്ന് കൊടുക്കണമെന്ന് തോന്നി, കുത്താനല്ല, എതിരാളിക്ക് ആസനത്തിലെടുത്ത് ഒരു ഇടി കൊടുക്കണം എന്ന് മനസ്സിൽ തോന്നുകയാണ്. അപ്പോഴാണ് കക്ഷിയുടെ ആളാണ് ഈ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന കക്ഷിയുടെ ആളാണ് ഞാൻ. ഞാൻ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് എന്നെ പുറകെ കൂടെ വന്ന് അടിച്ച് വീഴ്ത്താൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എതിരാളിയെ ഒന്ന് എടുക്കുകയാണ്, എടുത്ത് കാട്ടണ്ട. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊള്ളിക്കാനല്ല, വിദ്യയുടെ ഉള്ളടക്കമാണ്.